ഹലോ ഫ്രണ്ട്സ്, ഈസി സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദ സീഡ് ഓഫ് ട്രൂത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹു വാസ് വിദ്യാധര? വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. വിദ്യാധര ഗാന്ധാരയുടെ രാജാവായിരുന്നു. വാട്ട് വാസ് ദ ഹോബി ഓഫ് ദ കിങ്? രാജാവിൻ്റെ ഒഴിവുകാല വിനോദം എന്തായിരുന്നു? ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ, പ്ലാന്റിംഗ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ഫ്രൂട്ട് ട്രീസ്, വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ്. കിങ്ങിന് ഒരുപാട് നേരം ഗാർഡനിൽ ചിലവഴിക്കാൻ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് ഗാർഡനിങ് ഇഷ്ടമായിരുന്നു. നല്ല നല്ല ചെടികളും നല്ല നല്ല ഫ്രൂട്ട് ട്രീസും നടാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. വൈ ഡിഡ് ദ കിങ് വാണ്ട് ടു ഫൈൻഡ് എ സക്സസർ? രാജാവിന് എന്തിനായിരുന്നു ഒരു സക്സസറെ തിരഞ്ഞെടുക്കാൻ ആവശ്യകത എന്തായിരുന്നു? ദ കിങ് വാണ്ടഡ് ടു ഫൈൻഡ് എ സക്സസർ ബിക്കോസ് ഹീ ബിക്കെയിം വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. അദ്ദേഹം പ്രായമാവുകയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു കാരണം. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം? രാജാവിന് മക്കളില്ല. അപ്പോൾ എന്തായിരിക്കും രാജ്യത്തിന് സംഭവിക്കുക? ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. ആസ് ദ കിങ് ഗ്രൂ ഓൾഡർ, എവ്രി വൺ ഗോട്ട് മോർ ആൻഡ് മോർ വറീഡ് ഹു വുഡ് ടേക്ക് ഓവർ ദ കിങ്ഡം ആഫ്റ്റർ ഹിം. രാജാവിന് മക്കളില്ലാത്തത് കാരണം രാജ്യത്തുള്ളവർക്ക് ഭയങ്കര പേടിയായി, വറീഡായി. അവർ ആകെ വിഷമിച്ചു. എന്തിനാണ് വിഷമിച്ചത്? അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹം ഒരു നല്ല രാജാവായിരുന്നു, അദ്ദേഹത്തിന് ശേഷം ആരാവും രാജാവാവുക എന്നായിരുന്നു അവരുടെ വിഷമം. ഓക്കെ, ഇത് ആൻസേഴ്സ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് സ്പെല്ലിങ്ങും കൂടി മാക്സിമം ശ്രദ്ധിക്കുക. പാരൻസ്, ഗാർഡൻ സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ GARDEN എന്ന് പറയുമ്പം ഒരു വേർഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുക. ഗാർഡൻ, GARDEN, ഡെൻ. ആ ഒരു പിച്ചിനനുസരിച്ചിട്ട് ആ ഒരു വേർഡ് നമ്മൾ കട്ട് ചെയ്ത് പഠിപ്പിക്കുക. ഗാർഡൻ, GARDEN. നെക്സ്റ്റ്, ഹൗ വിൽ ദ കിങ് ഫൈൻഡ് ഹിസ് സക്സസർ? ടു ഫൈൻഡ് ഹിസ് സക്സസർ, ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. He decided to distribute some seeds to all the children in the country. The child who grows the biggest and the healthiest plants will become the prince or princess. How will the king find his successor? എങ്ങനെയാണ് രാജാവ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ കണ്ടെത്തുന്നത്? To find his successor, the king thought of an idea. ഇത് നമ്മൾ പാഠഭാഗത്തിൽ കണ്ടത് തന്നെയാണ്. രാജാവ് പിൻഗാമിയെ കണ്ടെത്തുവാൻ വേണ്ടി അദ്ദേഹം ഒരു അദ്ദേഹത്തിന് തോന്നിയ ഒരു ബുദ്ധിയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. എന്താവും ആ ഐഡിയ എന്ന് നമുക്ക് നോക്കാം. ഹി ഡിസൈഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. എല്ലാ കുഞ്ഞുങ്ങൾക്കും കുറച്ച് വിത്ത് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദ ചൈൽഡ് ഹു ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ഹെൽത്തിയസ്റ്റ് പ്ലാന്റ്സ് വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ്. ഇതൊക്കെ നമ്മൾ പാഠഭാഗത്ത് കണ്ടതായിരുന്നു. ആരാണോ ഏറ്റവും നല്ല ഒരു ഹെൽത്തിയസ്റ്റ്, നല്ല ആരോഗ്യമുള്ള ഒരു വിത്ത് മുളപ്പിക്കുന്നത് അവരെയായിരിക്കും രാജാവോ രാജ്ഞിയോ രാജാവായിട്ടോ രാജകുമാരിയായിട്ടോ തിരഞ്ഞെടുക്കുക എന്ന് രാജാവ് പറഞ്ഞിരുന്നു. വൈ ഡിഡ് ദ കിങ് ചൂസ് സച്ച് എ ടെസ്റ്റ് ടു ഫൈൻഡ് ഹിസ് സക്സസർ? രാജാവ് എന്തിനായിരുന്നു ഇങ്ങനെയൊരു ടെസ്റ്റ് കണ്ടുപിടിച്ചത്? ദ കിങ് വാണ്ടഡ് ടു ടെസ്റ്റ് ദ ഹോണസ്റ്റി ഓഫ് ഹിസ് സക്സസർ. ദ കിങ് വാണ്ടഡ് ടു ടെസ്റ്റ് ദ ഹോണസ്റ്റി, അതായത് സത്യസന്ധത. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരുന്ന ആളുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊരു ടെസ്റ്റ്. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ സീഡ് ടു സ്പ്രൗട്ട്? ഒരു സീഡ് സ്പ്രൗട്ട് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അത് ഇറ്റ് ഡിഫേഴ്സ്. ചിലപ്പം ചില സീഡ്സ് 3 to 5 days, അല്ലെങ്കിൽ ചിലത് 5 to 7 days. അതിൻ്റെ പുറത്തിൻ്റെ ഹാർഡ്നെസ് പോലെ ഇരിക്കും. ചിലത് വേഗം മുളക്കും. ചെറുപയറിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ മുളച്ച് വേണം. ഓക്കെ, വിൽ പിങ്കള ഗോ ടു ദ പാലസ്? പിങ്കള എന്ന കുട്ടി പാലസിൽ പോവുമോ? യെസ്, ഹി വിൽ ഗോ ടു ദ പാലസ്. അവൻ പോവും. അവൻ എങ്ങനെയാണ് പോയതെന്ന് നമുക്കറിയാം. അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് അവൻ പോയത്. ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു കുട്ടിക്ക്. എന്താണ് കാരണം നോക്കാം. വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്? അവൻ്റെ ചിന്തകൾ എന്തായിരിക്കും? പിങ്കള എന്ന കുട്ടിയുടെ ചിന്തകൾ എന്തായിരിക്കും? All are going to the palace with beautiful plants.
ഹൗ ഹാപ്പി ദേ ആർ. എല്ലാവരും ഒരുപാട് നല്ല ചെടികളായിട്ടാണ് പോകുന്നത്. നമ്മളെ പാഠഭാഗത്തിൽ കണ്ടതാണ്. ഹൗ കുഡ് ദേ ഗ്രോ സച്ച് ലവ്ലി പ്ലാന്റ്സ്. അവരെങ്ങനെയാണ് ഇത്രയും നല്ല പ്ലാന്റ്സ് ഉണ്ടാക്കിയത്? ഐ ഓൾസോ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് മൈ സീഡ്സ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. ഐ ആം ആൻ അൺലക്കി ഫെലോ. ഞാൻ എന്ത് അൺലക്കിയായൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണ്. ഇങ്ങനെ ഒരു ലക്കില്ലാത്തൊരു കുട്ടിയായിട്ടാണ് ഈ കുഞ്ഞ് ചിന്തിക്കുന്നത്. കുട്ടിയുടെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞത്. ഐ വിഷ് ഐ കുഡ് ഗോ ടു ദ പാലസ് ബട്ട് ഹൗ ക്യാൻ ഐ ഫേസ് ദ കിങ് വിത്തൗട്ട് എ പ്ലാൻ. ഈ പ്ലാന്റ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് രാജാവിനെ സമീപിക്കുക എന്നാണ് കുട്ടിയുടെ ചിന്ത. വാട്ട് ഡിഡ് പിംഗ്ലാസ് ഫാദർ സജസ്റ്റ് ടു ഹിം. പിംഗ്ലയുടെ അച്ഛൻ എന്താണ് പിംഗ്ലയോട് പറഞ്ഞത്? Father advised Pingala that if he go to the king with the empty pot, at least the king would know that he tried his best. എന്താണ് അച്ഛൻ പറഞ്ഞ? അച്ഛൻ എന്താ ഉപദേശം കൊടുത്തത്? മോൻ എന്തായാലും രാജാവിൻ്റെ അടുത്ത് പോകണം. കാരണം മോൻ ഈ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ഉള്ള ഹാർഡ് വർക്ക്, ഉള്ള പ്രയത്നം ചെയ്യുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. സോ ഈ നിൻ്റെ ആ ഒരു പ്രയത്നം എന്തായാലും രാജാവിനോട് പറയുക, രാജാവിന് മനസ്സിലാവുന്നുള്ള രീതിയിലാണ് അച്ഛൻ പറഞ്ഞത്. വൈ ഡിഡ് ദ അതർ ചിൽഡ്രൻ ലാഫ് അറ്റ് ഹിം. എന്തിനായിരുന്നു മറ്റുള്ള കുട്ടികൾ പിംഗ്ലയെ നോക്കി ചിരിച്ചത്? പിംഗ്ല വാസ് ഹോൾഡിങ് ആൻ എംപ്റ്റി പോട്ട് ഇൻ ഹിസ് ഹാൻഡ്, സോ ദ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം. അതുകൊണ്ടായിരുന്നു മറ്റുള്ള കുഞ്ഞുങ്ങൾ ചിരിച്ചത്. പിംഗ്ല ഒരു എംപ്റ്റി പോട്ടുമായിട്ടാണ് പോകുന്നത്. നമ്മളത് പാഠഭാഗത്തിൽ കണ്ടതാണ്. വിൽ ഹി ഗോ ബാക്ക് ഹോം ഡിസപ്പോയിൻറ്റഡ്? നോ, ഹി വിൽ ബി റിവാർഡഡ് ഫോർ ഹിസ് ഹോണസ്റ്റി. ലാസ്റ്റ് എന്താണ്? അവൻ്റെ ഹോണസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവന് റിവാർഡ് കിട്ടിയത്, അല്ലാതെ അവൻ്റെ എംപ്റ്റി പോട്ടിനല്ല. അവൻ പ്രയത്നിച്ചിരുന്നു. അത് രാജാവ് അംഗീകരിച്ചു. കാരണം സത്യസന്ധതയാണ് ഇവിടെ തെളിഞ്ഞു വന്നത്. വൈ വാസ് ദ കിങ് അൺഹാപ്പി? ബിക്കോസ് ദ കിങ് നോ ദാറ്റ് എവറി ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം വാസ് ഡിസോണസ്റ്റ്. രാജാവിന് എന്തായിരുന്നു സന്തോഷമില്ലാതെ, ഹാപ്പി അല്ലാതെ കണ്ടിരുന്നത്, അൺഹാപ്പി ആയിട്ട് കണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ കിങ് നോ ദാറ്റ് എവറി ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം വാസ് ഡിസോണസ്റ്റ്. ആരും സത്യസന്ധമായിട്ട് ചെടി കൊണ്ടുവന്നില്ല. കാരണം രാജാവിനെ അറിയാം രാജാവ് റോസ്റ്റഡ് വിത്താ കൊടുത്തനെന്ന്. പക്ഷേ രാജാവ് കണ്ടത് എന്താണ്? എല്ലാവരും നല്ല പൂക്കളുള്ള ചെടിയുമായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും സത്യസന്ധന്മാരല്ല എന്ന് രാജാവിന് മനസ്സിലായത് കൊണ്ടാണ് രാജാവിന് വിഷമം തോന്നിയത്, അതായത് സന്തോഷമില്ലാതെ മുഖമുണ്ടായത്. വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ. കുട്ടികളിൽ നിന്ന് എന്താണ് രാജാവ് എക്സ്പെക്ട് ചെയ്തത്, പ്രതീക്ഷിച്ചത് എന്താണ്? ദ കിങ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദേ വുഡ് കം ബിഫോർ ഹിം വിത്ത് ആൻ എംപ്റ്റി പോട്ട്. കിങ് പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ എംപ്റ്റി പോട്ടുമായിട്ടാണ് രാജാവിൻ്റെ അടുക്കൽ വരിക എന്നായിരുന്നു രാജാവ് പ്രതീക്ഷിച്ചത്. വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിംഗ്ല. രാജാവ് പിംഗ്ലയോട് ദേഷ്യപ്പെടുമോ? നോ, ദ കിങ് വിൽ ഫീൽ ഹാപ്പി ആഫ്റ്റർ സീയിങ് പിംഗ്ലാസ് ഹോണസ്റ്റി. പിംഗ്ലയുടെ സത്യസന്ധത കണ്ട് രാജാവിന് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള കുട്ടികളുടെ പോട്ട് കണ്ട് ഇദ്ദേഹം വിഷമിച്ചിരുന്നു. അതുപോലെ പിംഗ്ലയുടെ സത്യസന്ധത കണ്ട് രാജാവിന് സന്തോഷം തോന്നി. വൈ ഡിഡ് പിംഗ്ല ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ. എന്തിനായിരുന്നു പിംഗ്ല തല താഴ്ത്തി അവിടെ നിന്നിരുന്നത്? ബിക്കോസ് ഹി തോട്ട് ഹി കുഡ് നോട്ട് ട്രീറ്റ് ദ സീഡ്സ് ഗിവൺ ബൈ ദ കിങ് വെൽ. രാജാവ് കൊടുത്ത വിത്ത് നല്ലവണ്ണം പരിപാലിക്കാത്തത് കൊണ്ടാണോ ഇത് മുളക്കാത്തത് എന്ന് വിചാരിച്ചിട്ടാണ് അവൻ പ്രയത്നിച്ചിരുന്നു. പക്ഷെ എന്നാലും മുളച്ചില്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ പേടിയായിരുന്നു രാജാവിനെ സമീപിക്കുവാൻ വേണ്ടിയിട്ട്. വൈ ഡിഡ് ദ കിങ് സ്മൈൽ. രാജാവ് എന്തിനായിരുന്നു ചിരിച്ചത്? പിംഗ്ലയെ കണ്ടപ്പോൾ രാജാവിന് എന്തായിരുന്നു മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഹി ഗേവ് റോസ്റ്റഡ് സീഡ് ടു ദ ചിൽഡ്രൻ. രാജാവ് റോസ്റ്റഡ് സീഡ്സ് ആയിരുന്നു കുട്ടികൾക്ക് നൽകിയിരുന്നത്. ഹി ഐഡൻറ്റിഫൈഡ് ദ ഹോണസ്റ്റി ഓഫ് പിംഗ്ല. പക്ഷെ എന്താണ് കുട്ടികൾ ചെയ്തത്? അവരെല്ലാം കൂടി പുതിയ വിത്ത് മുളപ്പിച്ചിട്ടാണ് രാജാവിൻ്റെ അടുത്ത് എത്തിയത്. പക്ഷേ പിംഗ്ല സത്യസന്ധമായി രാജാവ് കൊടുത്ത വിത്ത് തന്നെ മുളക്കാത്ത രീതിയിൽ കൊണ്ടുവന്നു. ഹി ഐഡൻറ്റിഫൈഡ് ദ ഹോണസ്റ്റി. പിംഗ്ലയുടെ സത്യസന്ധതയാണ് രാജാവ് ഇവിടെ കണ്ടത്. സോ ഹി സ്മൈൽഡ്. അദ്ദേഹത്തിന് അത് കാരണം ചിരി വന്നു. ഇവിടെ സ്പെല്ലിങ് നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഡിസ്ഹോണസ്റ്റിന് സ്പെല്ലിങ് പഠിക്കുമ്പോൾ ഡിസ്ഹോണെസ്റ്റ്. അങ്ങനെ ഒരു വേർഡ് കട്ട് ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഡിസ്ഹോണെസ്റ്റ്, DIS ഡിസ്, HONEST അല്ലെങ്കിൽ HONEST, DIS HONEST. എക്സ്പെക്റ്റ്, EXPECT,
PCT. അങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് വേഗം മനസ്സിലാവും. MT, എമ്മിൻ്റെ സൗണ്ട്, EM, PTY per സൗണ്ട്, PTY, MT. മക്കൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും എക്സാമിന് ചോദിക്കില്ല. ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. ഹൂ വാസ് വിദ്യാധര വാസ് ഡാഷ് ഓഫ് കാന്താര. അങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് സ്റ്റോറി മുഴുവനായിട്ടും അറിഞ്ഞിരിക്കണം. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഒരിക്കലും ചോദിക്കില്ല. നോട്ടിൽ ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. സ്റ്റോറി നല്ലോണം മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എവിടെ നിന്ന് എങ്ങനെ ചോദിച്ചാലും കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം പാരൻസ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ചിലപ്പോൾ പാസേജ് ആയിട്ട് ചോദിക്കാം. പിന്നെ ചിലപ്പോൾ രാജാവിൻ്റെ ചിന്തകൾ ചോദിച്ചേക്കാം. രാജാവ് എന്തായിരിക്കും ചിന്തിക്കുന്നത്. ചിലപ്പോൾ കോൺവെർസേഷൻ ചോദിക്കാം. കോൺവെർസേഷനായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സ്റ്റോറി നന്നായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. പിന്നെ റീഅറേഞ്ച് ദ സെൻറ്റൻസ് ഉണ്ടാവും. അതായത് സ്റ്റോറിയുടെ ഘടന അനുസരിച്ച് പോക്കനുസരിച്ചിട്ട് ആ സെൻറ്റൻസ് റീഅറേഞ്ച് ചെയ്യാൻ. പിന്നെ ആ കഥയുടെ ആ പുരോഗതി അനുസരിച്ചിട്ട്. പിന്നെ ഫില്ല് ചെയ്യാനുണ്ടാകും. ഒരു സ്പെല്ലിങ് തന്നിട്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് തന്നിട്ട് ആ ഒരു സ്പെല്ലിങ് ഫില്ല് ചെയ്യാനുണ്ടാകും. ആ സ്പെല്ലിങ് നല്ലോണം പഠിക്കണം. മക്കൾ എന്തായാലും സ്പെല്ലിങ് പഠിച്ചേ പറ്റൂ. പസിൽസ് ഉണ്ടാവും. സ്പെല്ലിങ് നോക്കാൻ വേണ്ടി പസിൽസ് ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഈ പിങ്കളയുടെ ഈ സീഡ് ഓഫ് ട്രൂത്തിൻ്റെ ഏതെങ്കിലും ഒരു പേജിൽ പിക്ചർ തന്നിട്ട് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കാം. ചിലപ്പോൾ രാജാവ് പൂന്തോട്ടത്തിൽ നിൽക്കുന്നതാവാം. അങ്ങനെ ഏതെങ്കിലും ഒരു പിക്ചർ തന്നിട്ട് അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അതിന് നല്ല നല്ല വേർഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പോയം ഉണ്ടാവാം. ആഡ് മോർ ലൈൻസ്. എന്നിട്ട് ആദ്യം 4 ലൈൻസ് തന്നേക്കാം. രാജാവ് സന്തോഷത്തിലൊരു പാട്ട് പാടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഒരു 4 ലൈൻസ് തന്നിട്ട് അതിൻ്റെ ബാക്കി ഫില്ല് ചെയ്യാൻ. അപ്പോൾ അതേ റൈമിങ് വേർഡ്സിൽ വെച്ചിട്ട് ഒരു പോയം ഉണ്ടാക്കാനൊക്കെ പറയും. അതൊക്കെ മക്കൾക്ക് കിട്ടും. അത് സിമ്പിളായിരിക്കും. അങ്ങനെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ളത്. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.